തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇന്ദിരാഭവനിലെത്തിയ കോൺഗ്രസിന്റെ വനിതാ ജനപ്രതിനിധിയെ ആലിംഗനം ചെയ്തതിൽ വിശദീകരണവുമായി കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ലഹരിയിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും താൻ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തതാണെന്നും അനൗചിത്യമുണ്ടായെങ്കിൽ പൊതുസമൂഹം പൊറുക്കണമെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. തെരഞ്ഞെടുപ്പ് വിജയലഹരിയിൽ പരിസരബോധം മറന്നാണ് ഇന്ദിരാഭവനിൽ അനേകം ക്യാമറകൾക്കും മാധ്യമ പ്രവർത്തകർക്കും മുൻപിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ കോൺഗ്രസ് MLA-മാരെയും സ്നേഹത്തോടെ ആലിംഗനം ചെയ്തത്. ഇതിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും അനൗചിത്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹം സദയം പൊറുക്കണം. പിതൃനിർവേശമായ സ്നേഹപ്രകടനമാണ് ഞാൻ നടത്തിയതെന്ന് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് JB മേത്തർ MP അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്റെ പെരുമാറ്റത്തിൽ ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നും ബിന്ദു കൃഷ്ണയും തികച്ചും സ്വാഭാവികമായ പ്രവൃത്തി മാത്രമാണെന്ന് ഷാനിമോൾ ഉസ്മാനും പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി പരിചയമുള്ള ഇവരെല്ലാം എൻ്റെ കുഞ്ഞനുജത്തിമാരാണ്. ഇന്ന് ഇന്ദിരാഭവനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇവരോടെല്ലാം ആഹ്ലാദപൂർവ്വം സൗഹൃദം പങ്കുവച്ചു. അരനൂറ്റാണ്ടിന് മുൻപ് രാഷ്ട്രീയ പീഡനത്തിൽ നട്ടലിനും സുഷുമ്ന കാണ്ഡത്തിനും ക്ഷതമേറ്റതിനെ തുടർന്ന് ക്രമേണ അരയ്ക്ക് താഴെയുള്ള നാഡീവ്യവസ്ഥ തകർച്ചയിലായി. കാലുകളിലെ പേശികളും ശോഷിച്ചു. തുടർച്ചയായ ചികിത്സ കൊണ്ടാണ് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കുന്നത്. ഒറ്റയാനായി സന്യാസ സദൃശ്യമായ ജീവിതം നയിക്കുന്ന എന്നെ ഒരു സ്ത്രീലമ്പടനായി ചില സാമൂഹ്യ മാധ്യമങ്ങൾ ചിത്രീകരിച്ചത് മാനസികമായി തളർത്തി. ദിവസങ്ങളായി ഉറക്കം നഷ്ടപ്പെടുത്തി. എനിക്ക് സാന്ത്വനമരളിയ എന്നെ അറിയാവുന്ന അഭ്യുദയകാംക്ഷികളോട് നന്ദി പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇന്ദിരാഭവനിലെത്തിയ കോൺഗ്രസിന്റെ വനിതാ ജനപ്രതിനിധിയെ ആലിംഗനം ചെയ്ത വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ലഹരിയിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും താൻ സ്നേഹത്തോടെ തന്നെ ആലിംഗനം ചെയ്തതാണ്. അതിനകത്ത് എന്തെങ്കിലും അനൗചിത്യം ഉണ്ടെങ്കിൽ പൊതുസമൂഹം പൊറുക്കണമെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വീഡിയോ ആയിരുന്നു അത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരണം നൽകിയിട്ടുള്ളത്. തൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അനൗചിത്യം ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം മയിലുംപുറത്ത് കുടുംബ വഴക്കിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ 4 പേർക്ക് കുത്തേറ്റു. മയിലുംപുറം സ്വദേശി പത്മജ, ഇവരുടെ സഹോദരൻ സച്ചിൻ, ചെറിയച്ഛൻ മോഹൻകുമാർ, ബന്ധു വിഷ്ണുജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത്. നെഞ്ചിലും മുതുകിലും കുത്തേറ്റ മോഹൻകുമാറിന്റെ നില ഗുരുതരമാണ്. സംഭവത്തിൽ പത്മജയുടെ ഭർത്താവ് അനിൽകുമാറിനെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. കുടുംബ വഴക്കിനെ തുടർന്ന് പത്മജ സ്വന്തം വീട്ടിലേക്ക് മാറി താമസിച്ചിരുന്നു. ഇതിലുള്ള വൈരാഗ്യം മൂലം ഭാര്യ വീട്ടിൽ അതിക്രമിച്ചു കയറിയ അനിൽകുമാർ പത്മജയെ കത്തികൊണ്ട് കുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇത് തടയാൻ ഓടിയെത്തിയപ്പോഴാണ് സഹോദരൻ സച്ചിനും ചെറിയച്ഛൻ മോഹൻകുമാറിനും ബന്ധുവായ വിഷ്ണുജിത്തിനും കുത്തേറ്റതെന്നാണ് വിവരം. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഒരു കുടുംബത്തിലെ 4 പേർക്ക് കുത്തേറ്റിരിക്കുന്നത്. ഒറ്റപ്പാലം മയിലുംപുറത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. മയിലുംപുറം സ്വദേശിയായിട്ടുള്ള പത്മജ, ഇവരുടെ സഹോദരനായിട്ടുള്ള സച്ചിൻ, ചെറിയച്ഛൻ മോഹൻകുമാർ, ബന്ധുവായിട്ടുള്ള വിഷ്ണുജിത്ത്, ഇവർക്ക് 4 പേർക്കുമാണ് കുത്തേറ്റിട്ടുള്ളത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. നെഞ്ചിലും മുതുകിലുമാണ് കുത്തേറ്റിരിക്കുന്നത്. മോഹൻകുമാറിന്റെ നില ഇപ്പോൾ വലിയ ഗുരുതര അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. സംഭവത്തിൽ പത്മജയുടെ ഭർത്താവ് അനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. കുടുംബ വഴക്കായിരുന്നു. ഇതേ തുടർന്ന് പത്മജ സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നുണ്ടായ ഒരു വൈരാഗ്യമാണ് ഭാര്യ വീട്ടിൽ അതിക്രമിച്ചു കയറി ഈ ഭർത്താവ് അനിൽകുമാർ പത്മജയെ കത്തികൊണ്ട് കുത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് സച്ചിനും മോഹൻകുമാറിനും കുത്തേറ്റിട്ടുള്ളത്. എന്തായാലും മോഹൻകുമാറിന്റെ നില ഗുരുതരമായി തുടരുകയാണ്.
ബാംഗ്ലൂരിൽ മലയാളി യുവതി പീഡനത്തിനിരയായെന്ന് പരാതി. കഫേയിൽ പാർട്ട് ടൈം ജോലി ചെയ്യുകയായിരുന്ന യുവതിയെ സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് വെച്ച് ബത്തേരി സ്വദേശി ഹൈനസ് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഈ മാസം 12-നാണ് സംഭവം ഉണ്ടായത്. സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടും പരാതി സ്വീകരിച്ചില്ല എന്നാണ് ആരോപണം. DCPക്ക് പരാതി നൽകിയ ശേഷമാണ് കേസെടുത്തതെന്നും യുവതി പറഞ്ഞു. അതേസമയം പോലീസ് സ്റ്റേഷനിൽ വെച്ചും പരാതിക്കാരിയെ പ്രതി ഭീഷണിപ്പെടുത്തി. പരാതിയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി. മടിവാള പോലീസും കേസ് ഒത്തുതീർക്കാൻ ആവശ്യപ്പെട്ടെന്നും യുവതി പറഞ്ഞു. ബാംഗ്ലൂരിൽ മലയാളി യുവതിയാണ് പീഡനത്തിന് ഇരയായി എന്നൊരു പരാതി ലഭിച്ചിരിക്കുന്നത്. കഫേയിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന യുവതിയാണ് ഇവരെ സുഹൃത്തുക്കളുടെ താമസ സ്ഥലത്ത് വെച്ച് ബത്തേരി സ്വദേശിയായിട്ടുള്ള ഹൈനസ് പീഡിപ്പിച്ചു എന്നൊരു പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ബത്തേരി സ്വദേശി ഹൈനസ് പീഡിപ്പിച്ചു എന്ന പരാതിയാണ് യുവതി നൽകിയിട്ടുള്ളത്. ഈ മാസം 12-നാണ് ഇത്തരത്തിലൊരു പീഡന പരാതി അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. സ്റ്റേഷനിലെത്തി പരാതി നൽകിയിട്ടും ഈ ഒരു യുവതിയുടെ പരാതി സ്വീകരിച്ചില്ല എന്നൊരു ആരോപണവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. DCPക്ക് പരാതി നൽകിയ ശേഷമാണ് കേസ് എടുത്തതെന്നും യുവതി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അതേസമയം തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ചും പരാതിക്കാരിയെ പ്രതി ഭീഷണിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരാതിയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ കൊല്ലുമെന്നൊരു ഭീഷണി ഈ ഒരു പ്രതി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മുഴക്കിയിട്ടുണ്ട്. മടിവാള പോലീസും കേസ് ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ യുവതി ആരോപിക്കുന്നത്. എന്തായാലും യുവതിയെ പീഡിപ്പിച്ചു എന്നൊരു പരാതിയാണ്, മലയാളി യുവതിയാണ് ബാംഗ്ലൂരിൽ വെച്ച് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി ബന്ധത്തിലെ പ്രധാന ചുവടുവയ്പായി ഇന്ത്യയും ഇറ്റലിയും പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി മോദി എക്സിൽ കുറിച്ചു. കൃഷി, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലിയിലേക്കുള്ള ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണിത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി നടത്തിയ ചർച്ചകൾ വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ആക്കം കൂട്ടുമെന്ന് പറഞ്ഞ മോദി ഇറ്റലിയിലെ ഗവൺമെന്റിനും പ്രധാനമന്ത്രി ജോർജിയ മെലോണിക്കും നന്ദി അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിനായി പുറത്തിറക്കുന്ന 40 പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ആരോഗ്യ പൊതുക്ഷേമ വകുപ്പിനായി 2.90 കോടി രൂപയുടെ വാഹനങ്ങളാണ് അനുവദിച്ചിരിക്കുന്നത്. വാഹനങ്ങൾ ഔപചാരികമായി ഫ്ളാഗ് ഓഫ് ചെയ്ത ശേഷം മുഖ്യമന്ത്രി വാഹനം ഓടിച്ച് സെക്രട്ടേറിയറ്റ് ക്യാമ്പസിന് ചുറ്റും സഞ്ചരിച്ചു. ചടങ്ങിൽ സർക്കാർ ഉദ്യോഗസ്ഥരും ഡ്രൈവർമാരും പങ്കെടുത്തിരുന്നു. ഗ്രാമവികസനത്തിനും മെഡിക്കൽ സേവനങ്ങൾക്കുമായുള്ള വാഹനങ്ങളാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതിനു ശേഷം വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് മുഖ്യമന്ത്രി താക്കോൽ കൈമാറി.